പ്രസംഗം കേട്ട് എല്ലാവരും കൈയടിച്ചു, ഞാനും കൈയടിച്ചു എന്നല്ല. പകരം തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് പലരും സ്തോത്രം കാട്ടത്തി ഇല പോലെ അന്യഭാഷയിൽ പാപത്തെ അങ്ങ് മറയ്ക്കും, വചനത്തിൽ പാപത്തെ അങ്ങ് മറയ്ക്കും. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. പറ, നിന്റെ പേരെന്താണ്? നിന്റെ പേരെന്താണ്? പറ. ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, ഞാൻ നിന്നെ മാനിക്കാം, ഞാൻ നിനക്ക് ഡിഗ്രി തരാം, ഞാൻ നിനക്ക് ജോലി തരാം, ഞാൻ നിന്നെ ഗൾഫിൽ കൊണ്ടുപോകാം. പക്ഷേ ഞാൻ നിന്നെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ, അടുത്ത വാതിൽ തുറക്കാൻ, നിന്റെ അപ്പനും അമ്മയും കണ്ടിട്ടില്ലാത്ത അനുഗ്രഹം ഞാൻ നിനക്ക് തരാൻ. പക്ഷേ ഒരു ചോദ്യത്തിന് നീ ഉത്തരം തരണം. പറ, വാട്ട്സ് യുവർ നെയിം? നിന്റെ പേരെന്താ? പറ. യാബോക്ക് കടവിൽ ഇറങ്ങിന്ന് പറയാ. പറ, നിന്റെ പേരെന്താ? നീ ഈ ആത്മീയതയൊക്കെ കൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നാട്ടുകാരെയും കളിപ്പിച്ച് ഇങ്ങനെ നടക്കുക. പക്ഷേ ഭൂമിയിലുള്ളവരെ നിനക്ക് കളിപ്പിക്കുക. ഇസഹാക്കിൻ്റെ മുമ്പിൽ മറ്റേ എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ഇട്ട്, ചേട്ടൻ്റെ എക്സ്ട്രാ ഫിറ്റിംഗ് ഇട്ട് രക്തത്താൾ ചെയ്യും. അപ്പനെ നീ പറ്റിച്ചതാ. വർഷങ്ങളായി, നാളുകളായി ഒത്തിരി എണ്ണത്തിന് നീ പറ്റിച്ച് ജീവിക്കുക. പറ, നിന്റെ പേരെന്താ? മിമിക്രി അല്ല ക്രിസ്തീയ ജീവിതം, വേഷം കെട്ടല്ല ക്രിസ്തീയ ജീവിതം. പറ, നിന്റെ പേരെന്നാ? നിന്റെ ആക്ച്വൽ സ്വഭാവം എന്താ? നീ ആരോടാ പാതിരാത്രി ചാറ്റ് ചെയ്യുന്നേ? നീ ആരോടാ വീഡിയോ കോളിൽ അർദ്ധരാത്രി തുണി മാറ്റാതെ ഇരിക്കുന്ന? പറ. പക്ഷെ എൽ ഷഡായിയെ കളിപ്പിക്കാൻ കഴിയത്തില്ല.